ഹായ് ആൾ, വെൽക്കം ടു CC. ഞാൻ അഞ്ജിത. ലാസ്റ്റത്തെ എക്സാമിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റി. ആൻഡ് നമ്മൾ സ്ഥിരമായി വരുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനും പറ്റിയില്ല. അങ്ങനെ എന്താണ് ഈ ട്രെൻഡുകളൊക്കെ മാറി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ലാസ്റ്റത്തെ എക്സാമിന് കണ്ടത്. പക്ഷെ സ്റ്റിൽ എന്താണ് അത്യാവശ്യം ഒരു ബേസ് ഉള്ളവർക്ക് ലാസ്റ്റ് എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. ഒരു മോഡറേറ്റ് ടൈപ്പ് ഓഫ് എക്സാം ആയിരുന്നു. ഒത്തിരി ഡിഫിക്കൽട്ട് ഒന്നും ആയിരുന്നില്ല. ഒരു മോഡറേറ്റ് ടൈപ്പ് ഓഫ് എക്സാം ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാം ഒക്കെ എഴുതിയിട്ട് ഇനി ഇത് കിട്ടാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡിസംബർ മാസത്തിന് അടുത്ത എക്സാം വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ കൃത്യമായി ഇപ്പം തൊട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്കും ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് JRF ഹോൾഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ അവരുടെ ഒരു വിന്നിങ് സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇതെന്ന് വെച്ചാൽ എന്താ നമുക്ക് ഒരു നാഷണൽ ലെവൽ എക്സാം ആണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അത് മുഴുവൻ നോക്കിക്കൊണ്ട് പോയി ഈ എക്സാം അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാധ്യമായിട്ടൊരു കാര്യമല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഈ എക്സാമിന് എന്ത് വേണമെന്ന് മനസ്സിലാക്കുക, ഈ എക്സാമിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ചാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ടോപ്പിക്കുകൾ മുഴുവൻ കവർ ചെയ്യാതെ തന്നെ, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാതെ തന്നെ, ചില കോർ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് പോകുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ട കട്ട് ഓഫിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ആ സ്ട്രാറ്റജി, എന്താണ് ആ വിന്നേഴ്സ് സ്ട്രാറ്റജി എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായി വീഡിയോയുടെ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നോക്കുന്നത് CSIR ലൈഫ് സയൻസ് എക്സാമിൻ്റെ വിന്നേഴ്സിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ സീക്രട്ട് എന്താണെന്നാണ് നോക്കുന്നത്. ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ എക്സാമിന് ഒരു രീതി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് A വരുന്നുണ്ട്, പാർട്ട് B വരുന്നുണ്ട്, പാർട്ട് C വരുന്നുണ്ട്. പാർട്ട് A എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് വരുന്നത്. ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് Aയിൽ വരുന്നത്. പാർട്ട് B എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക് വൈസുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതും എന്താണ് മോസ്റ്റ്ലി വൺ വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏതിൽ വരുന്നത്, പാർട്ട് Bയിൽ വരുന്നത്. കുറച്ച് പെട്ടെന്ന് ചിന്തിച്ച് ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് Bയിൽ വരുന്നത്. നമുക്ക് ഒത്തിരി ചിന്തിച്ചിരിക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും പാർട്ട് Bയിൽ അങ്ങനെ കണ്ടുവരാറില്ല. ഓക്കെ, അപ്പോൾ 2 മാർക്കാണ് നമുക്ക് പാർട്ട് Bയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നത് അല്ലേ, ആൻസർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി പാർട്ട് Cയിലേക്ക് നോക്കിക്കുക. പാർട്ട് C എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള, കുറച്ചും കൂടി വലിയ രീതിയിലുള്ള, നമുക്ക് കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള, നമുക്ക് കുറച്ച് നേരം തിങ്ക് ചെയ്യേണ്ടതായിട്ടുള്ള വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഭാഗമാണ് പാർട്ട് C എന്ന് പറയുന്നത്. ആൻഡ് പാർട്ട് Cയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 4 മാർക്കാണ്. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഭാഗമാണ് പാർട്ട് C എന്ന് നമുക്ക് കാണുമ്പോഴേ തന്നെ മനസ്സിലാവും. ഇനി നമ്മുടെ ലാസ്റ്റത്തെ എക്സാമിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ ജൂണിൽ കഴിഞ്ഞ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് B ഞാൻ പറഞ്ഞു കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ടാണ് പാർട്ട് B എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിനെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് പാർട്ട് Cയുടെ പോലത്തെ ക്വസ്റ്റ്യൻസ് പാർട്ട് Bയിലും കണ്ടു എന്ന് നമുക്ക് പറയാം. അതായത് പാർട്ട് Cയുടെ ആ ഒരു ലെവല് കുറച്ചും കൂടി എന്താണ് ഒരു പാർട്ട് Cയിലേക്ക് എത്താൻ പാകത്തിനായിട്ടുണ്ട് നമുക്ക് പറയാം. അത് കുറച്ച് നമുക്ക് തിങ്ക് ചെയ്ത് ടൈം പോകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ പാർട്ട് Bയിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. അപ്പം നമ്മളിവിടെ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പാർട്ട് C ആണ് മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഭാഗം. അപ്പോൾ പാർട്ട് Cയിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെ നിങ്ങൾ എന്താണ് ആ കട്ട് ഓഫിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കൂടുതലും എന്താണ് കോൺസെപ്റ്റുകളെ മനസ്സിലാക്കുക. ശരിക്കും പാർട്ട് C എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒത്തിരി വായിക്കാനുണ്ട് എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമല്ല. കാരണം എന്താ, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ നിന്നായിരിക്കും പാർട്ട് Cയിലെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ കോൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കിൻ്റെയും ഡയഗ്രാം ആയിട്ടുള്ള സംഭവങ്ങളും ഫ്ലോ ചാർട്ടുകളും എല്ലാം നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് Cയിൽ വരുന്നത്. പാർട്ട് Cയിൽ അത്രയും വലിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് അത്രയും വലിയ ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ ടോപ്പിക് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണെന്നുണ്ടെങ്കിൽ, ബേസ് കൃത്യമായി കിട്ടിയ ഒരാളാണെന്നുണ്ടെങ്കിൽ പാർട്ട് Cയിലെ ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പാർട്ട് സിയെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഏത് ടൈപ്പ് ഓഫ് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ തന്നെ എന്താണ് പാകപ്പെടുത്തി എടുക്കുക. അതിന് എല്ലാ യൂണിറ്റുകളും കൃത്യമായി ഫോക്കസ് എന്നൊന്നുമില്ല. പാർട്ട് സിയിൽ കൂടുതലായിട്ട് വരുന്ന ചില ഭാഗങ്ങളുണ്ട്, ചില കോറായിട്ടുള്ള യൂണിറ്റ്സിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് പാർട്ട് സിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ പാർട്ട് സിയിലെ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ യൂണിറ്റ്സ് കൂടുതൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, പാർട്ട് ബി, പാർട്ട് സി എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി പാർട്ട് ബിയിലും പാർട്ട് സിയിലും കൂടുതലായി ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് യൂണിറ്റുകളിൽ നിന്നാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 13. നോക്കിക്കേ, യെസ്, യൂണിറ്റ് 13 എന്താണ്? മെത്തേഡ്സ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ എന്താ, ടെക്നിക്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാർട്ട് ബിയിൽ നിന്നും നമ്മൾ 2024, 2025 ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ പറയുന്ന മെത്തേഡ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും ബി പാർട്ടിൽ തന്നെ ഏകദേശം ആവറേജ് ഒരു 5 മാർക്കോളം നമുക്ക് എന്താണ് ഇതിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമ്മുടെ പാർട്ട് സി നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് സിയിൽ ഏകദേശം 10 മാർക്കോളം നമുക്ക് എന്താണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 3 ഫണ്ടമെന്റൽ പ്രോസസ് എന്ന് പറയുന്ന ആ ഭാഗം, അതായത് നമ്മുടെ DNA റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എന്നൊക്കെ വരുന്ന ആ ഭാഗത്ത് നിന്നും നമുക്ക് എന്താണ് പാർട്ട് ബിയിൽ ഏകദേശം 6 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ് ആവറേജ് ആണ് ഈ പറയുന്നത് കേട്ടോ. ആൻഡ് ഏകദേശം 8 മാർക്കോളം വരുന്ന സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് പാർട്ട് സിയിലും വരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി യൂണിറ്റ് 4 എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിഗ്നലിംഗ്, സെൽഫ് സിഗ്നലിംഗ് എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയും പാർട്ട് ബിയിൽ 5 മാർക്ക്, പാർട്ട് സിയിൽ 8 മാർക്ക് എന്നുള്ള രീതിയിലാണ്. ആൻഡ് നമ്മുടെ യൂണിറ്റ് 5 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റൽ ബയോളജി ആണ് വരുന്നത്. അവിടെയും പാർട്ട് ബിയിൽ 5, പാർട്ട് സിയിൽ 7 എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. ആൻഡ് നമ്മുടെ യൂണിറ്റ് 1 എടുത്തു കഴിഞ്ഞാൽ, അതായത് മോളിക്യൂൾസ് ആൻഡ് ദയർ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ, അതായത് DNA സ്ട്രക്ചറും അതിൻ്റെ ബെൻഡിങ്ങും ഗ്രൂവുകളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഭാഗം, അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പാർട്ട് ബിയിൽ 5, പാർട്ട് സിയിൽ 6 എന്നുള്ള രീതിയിൽ കാണാം. ആൻഡ് യൂണിറ്റ് 8 എടുത്തു കഴിഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ബയോളജി ആണ്. അവിടെ നമുക്ക് എന്താണ് പാർട്ട് ബിയിൽ 5, പാർട്ട് സിയിൽ 6 എന്നുള്ള രീതിക്ക്. സെല്ലുലാർ ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ പാർട്ട് ബിയിൽ 4, പാർട്ട് സിയിൽ 6 എന്നുള്ള രീതിയിൽ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായി പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത നോക്കിയാൽ യൂണിറ്റ് 10 എടുത്തു കഴിഞ്ഞാൽ എക്കോളജി ആണ്. ഇക്കോളജിയിൽ പാർട്ട് ബിയിൽ 4, പാർട്ട് സിയിൽ 5 എന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. യൂണിറ്റ് 11 എവല്യൂഷൻ ആൻഡ് എത്തോളജി എന്ന് പറയുന്ന ഭാഗം നോക്കിയേ, അതിൽ 4, പാർട്ട് ബിയിൽ 4, പാർട്ട് സിയിൽ 5. ആൻഡ് നമ്മുടെ ആനിമൽ ഫിസിയോളജി എടുത്തു കഴിഞ്ഞാൽ 4, 5 എന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. ആൻഡ് പ്ലാൻ ഫിസിയോളജി എടുത്തു കഴിഞ്ഞാൽ 3, 5 എന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, 3, 5 എന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. അപ്ലൈഡ് ബയോളജി എടുത്തു കഴിഞ്ഞാൽ 3, 4 എന്നുള്ള രീതിക്കും. ആൻഡ് നമ്മുടെ ഡൈവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ 4, 2 എന്നുള്ള രീതിക്കുമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റ് 13 ആണ്, അതായത് മെത്തേഡ്സ് വരുന്ന ഭാഗം. നോക്കിയാൽ പാർട്ട് സിയിൽ ഏകദേശം 10 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് ഇതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴിൽ വരുന്ന ടെക്നിക്കുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇത് പറയാം. അടുത്ത് നോക്കി നമ്മുടെ ഫണ്ടമെന്റൽ പ്രോസസ്സ്, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുന്ന ഭാഗം അല്ലേ, അതെല്ലാം വരുന്നത് ഏതാണ് ആ പാർട്ട് സിയിൽ ഏകദേശം 8 മാർക്കോളം നിങ്ങൾക്ക് എന്താണ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ സിഗ്നലിങ്ങിനും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, DBക്ക് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു എന്താണ് പറയുക, കൃത്യമായ ഒരു റേഞ്ച് ഫിക്സ് ചെയ്യുക, ഏതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ഏതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊരു ആ ഒരു ഫ്ലോ ചാർട്ട്, ആ കൃത്യമായിട്ടുള്ള ആ ഒരു ഹൈറാർക്കി നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ എന്താണ് ടോപ്പിക്കുകൾ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് നിങ്ങൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിനെ നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സും നിങ്ങൾക്ക് കിട്ടി.
ഇനി നമ്മൾ നോക്കിക്കേ, നിങ്ങളെ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഈ എക്സാം എന്താണോ വേണ്ടത്, ഈ എക്സാം എന്താണോ ആവശ്യപ്പെടുന്നത്, അതിൻ്റെ രീതിയിൽ നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ CCയിലും നമ്മുടെ CSIR ലൈഫ് സയൻസിന് ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാച്ചിൻ്റെ പ്രത്യേകത ഇതാണ്, നമുക്ക് കൃത്യമായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, നമുക്ക് ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്, MCQs കിട്ടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു എക്സാമിന് വരുന്ന രീതി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ എക്സാമിന് മുൻപ് വന്നിട്ടുള്ള അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ PYQs മാക്സിമമായി പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഓരോ ടോപ്പിക്കുകൾക്കും അതിന് വേണ്ട ഇമ്പോർട്ടൻസ് അനുസരിച്ചുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലക്ഷ്യവുമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ചാണിത്. അപ്പോൾ നമ്മുടെ ബാച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാച്ചാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ ഉള്ളൂ. കാരണം ഒത്തിരി പേരൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് എല്ലാവരിലേക്കും ഇത് എത്തുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ നമ്മൾ ഈ ഒരു ബാച്ചിൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പർ ഇപ്പോൾ തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഓഫർ കൂടി കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോയുടെ എൻഡിലേക്ക് പറയാം. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിരുന്നു, നമുക്ക് പാർട്ട് A, B, C എന്ന് പറയുന്ന 3 ഭാഗങ്ങളിലായിട്ടാണ് എക്സാം വരുന്നത്. പാർട്ട് A എന്ന് പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് എയിൽ വരുന്നത്. 20 ക്വസ്റ്റ്യൻസ് വരുന്നതിനകത്ത് നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതി. ഓപ്ഷൻ ഉണ്ട് നമുക്ക്, അല്ലേ? പിന്നെ നോക്കിയാൽ പാർട്ട് B എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് ആണ് വരുന്നത്, കോർ ടോപ്പിക് ആണ് വരുന്നത്. നോക്കിക്കേ, 50 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 50 ക്വസ്റ്റ്യൻസിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുകൾ അവിടെ കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ നോക്കിയാൽ പാർട്ട് C അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, കോൺസെപ്ച്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഭാഗമാണ്. അവിടെ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഓപ്ഷൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ 200 മാർക്കിനാണ് നമുക്ക് ഈ ഒരു എക്സാം വരുന്നത്. പക്ഷേ 440 മാർക്കിൻ്റെ, അല്ലേ, 440 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻസ് ആയിട്ടുണ്ട്. 440 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷൻ ആയിട്ടുണ്ട്. ഇത്രയും മാർക്കിൽ നിന്ന് നമ്മൾ 200 മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിന് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലെ ചാലഞ്ച് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായി പ്രിപ്പയർ ചെയ്തിട്ടുള്ള യൂണിറ്റുകളെ നോക്കി സെലക്ട് ചെയ്ത് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിലേക്ക്, ഈ ഒരു ഫുൾ മാർക്കല്ല, നിങ്ങൾക്കൊരു 120, ഈ ഒരു 120 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട. ക്വസ്റ്റ്യൻ നല്ല ടഫാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ടഫാണെങ്കിലും നിങ്ങൾ ഈ ഒരു 120 റേഞ്ചിൽ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും JRF എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മാർക്ക്, ഈ 440 മാർക്സിൻ്റെ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും ഈ ഒരു 120 മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. നിങ്ങൾ കറക്റ്റായിട്ട് സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പിന്നിലെ ഒരു വിന്നേഴ്സ് കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് നോക്കി സെലക്ട് ചെയ്ത് അവിടെ നിന്നുമുള്ള കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാമിനെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നോക്കിക്കേ, ഇവിടെ ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് C പാർട്ടാണ്. നോക്കിക്കേ, C പാർട്ടിനെ ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഭാഗം. 4 മാർക്സ് പെർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ C പാർട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 2024-25 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡിസ്കഷനിലേക്ക് നമ്മൾ എത്തുന്നത്, കേട്ടോ. ആൻഡ് ഈ C പാർട്ടിൽ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റുകൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, മെത്തേഡ്സിന് കൊടുക്കണം, ഫണ്ടമെൻ്റൽ പ്രോസസ്സിന് കൊടുക്കണം, സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്ന ഭാഗത്തിന് കൊടുക്കണം, അതേപോലെ തന്നെ ഡെവലപ്മെന്റൽ ബയോളജി എന്ന് പറയുന്ന ഭാഗത്തിന് കൊടുക്കണം, മോളിക്യൂൾസ് ആൻഡ് ദെയർ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന യൂണിറ്റ്, ഇൻഹെറിറ്റൻസ് ബയോളജി, സെല്ലുലാർ ഓർഗനൈസേഷൻ. ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല വെയിറ്റേജ് വരുന്ന യൂണിറ്റുകളുടെ 50% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാം. കാരണം ഇത്രയും യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം C
എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പാർട്ട് സിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സ്കോർ നേടാനായി സാധിക്കും. പിന്നെ നിങ്ങൾ ആൻസർ ചെയ്യുന്ന പാർട്ട് ബിയും പാർട്ട് എയും എല്ലാം നിങ്ങൾക്ക് എന്താണ് ബോണസ് മാർക്കുകളാണ്. നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ സ്കോർ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള ഒരു ബോണസ് മാർക്കുകൾ മാത്രമായിട്ട് പാർട്ട് ബിയും പാർട്ട് എയും മാറും. അപ്പോൾ കൂടുതലും സിനെ ഫോക്കസ് ചെയ്യുക, പാർട്ട് ബിയും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ നമ്മുടെ സെയിം ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് അതും വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പാർട്ട് എ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോണസ് മാർക്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. കാരണം നമുക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു നല്ല രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതൊക്കെ ഈ പറയുന്ന മെത്തേഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അഗ്രോബാക്ടീരിയം ടൂം എഫിഷ്യൻസിൻ്റെ ജീൻസ്, അതിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്ന കെമിക്കൽസിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, tDNA റീജിയൻ, ഇപ്പം tDNA എന്ന് വെച്ചാൽ എന്താ ട്രാൻസ്ഫർ DNA ആണ് അല്ലേ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിയേ, പിന്നെ ഫണ്ടമെന്റൽ പ്രോസസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് DNA മോളിക്യൂളിന്റെ ഓരോ ബേസിന്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, നമ്മുടെ DB എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഡെവലപ്മെന്റ് ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ലിംബ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സും അവിടുത്തെ സിഗ്നലിംഗും ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മൾ പറഞ്ഞതെല്ലാം എന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇപ്പം ഞാൻ കാണിച്ച ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എന്താ സി പാർട്ടിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ഹൈ വെയിറ്റേജ് ഉള്ള യൂണിറ്റ്സ് കൃത്യമായി ഫോക്കസ് ചെയ്യുക. അതിനെ ഫോക്കസ് ചെയ്ത് മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു 120 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങളുടെ സ്കോറിനെ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും. മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സ്ട്രാറ്റജി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ടാണ് നമ്മുടെ CECയിലെ CSIR ലൈഫ് സയൻസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ബാച്ചിൻ്റെ ഭാഗമാകാം. ആൻഡ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്കുള്ള ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണം ഓഫേഴ്സിലാണ് നമ്മുടെ എല്ലാ ബാച്ചുകളും ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന CSIR എക്സാമുകൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് എന്താണ് 20% ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വളരെ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യേണ്ട. അടുത്ത ഡിസംബറിൽ വരാനിരിക്കുന്ന CSIR എക്സാമിൽ നിങ്ങൾക്കും എന്താണ് ഈ JRF സ്വന്തമാക്കാം എന്ന ആ ഒരു പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ബാച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാച്ചിൽ നമുക്ക് വീണ്ടും കാണാം. ആൻഡ് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.